ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. പക്ഷേ ഇത് വെടിയും പുകയുമുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ഒരു കഥയെ ചൊല്ലിയുള്ള യുദ്ധമാണ്. 100 വർഷം മുൻപ് നടന്ന 1921 മലബാർ ലഹളയുടെ യഥാർത്ഥ ചരിത്രം എന്താണ്? എന്തുകൊണ്ടാണ് ആ പഴയ സംഭവം ഇന്നും നമ്മുടെ രാഷ്ട്രീയത്തെ ഇങ്ങനെ ഇളക്കിമറിക്കുന്നത്? നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഈയടുത്ത കാലത്ത് നടന്ന വലിയ ദേശീയ പ്രതിഷേധങ്ങൾക്കിടയിൽ പെട്ടെന്നൊരു ദിവസം ഒരു പേര് എല്ലായിടത്തും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി. ആരായിരുന്നു അദ്ദേഹം? നൂറ്റാണ്ട് മുൻപ് നടന്ന ഒരു ലഹളയുടെ നേതാവ് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഇത്ര വലിയൊരു ചർച്ചാവിഷയമായത്? അദ്ദേഹത്തെ ഒരു നായകനായി ഉയർത്തിക്കാട്ടിയതോടെ ആ പഴയ ചരിത്രം വീണ്ടും ആളിക്കത്താൻ തുടങ്ങി. ഈ ഒരു തിരിച്ചുവരവ് സ്വാഭാവികമായും ഒരു ചോദ്യം എല്ലാവരിലേക്കും എത്തിച്ചു, അല്ലേ? ആരായിരുന്നു ഈ വാര്യംകുന്നൻ? ഒരു സ്വാതന്ത്ര്യസമര സേനാനിയോ, അതോ ചിലർ പറയുന്നത് പോലെ ഒരു മതഭ്രാന്തനോ? അദ്ദേഹത്തിന്റെ പൈതൃകത്തെയും ആ ലഹളയുടെ യഥാർത്ഥ സ്വഭാവത്തെയും കുറിച്ചുള്ള തർക്കം അതോടെ കത്തിപ്പടർന്നു. ഓക്കേ, അപ്പൊ നമുക്ക് ഈ തർക്കത്തിന്റെ അടിവേരുകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതിനുവേണ്ടി ഇന്ന് ഈ ലഹളയെപ്പറ്റി പ്രചാരത്തിലുള്ള പ്രധാന വാദങ്ങളെ ചരിത്രപരമായ തെളിവുകൾ വെച്ചു നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായും 3 വാദങ്ങളാണുള്ളത്. നമുക്കോരോന്നായി നോക്കാം. ഇന്നത്തെ ആഖ്യാനങ്ങൾ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതൊരു വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നാണ്. ഇന്ത്യയുടെ മോചനത്തിനായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നടന്ന ഒരു ഉഗ്രൻ പോരാട്ടം. പക്ഷേ ചരിത്രരേഖകൾ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് ചില നിർണായക ചോദ്യങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. അപ്പോ ആദ്യത്തെ പോയിന്റ് ഇതാണ്: ഇതൊരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമുള്ളൊരു സമരമായിരുന്നോ ഇത്? ശരിക്കും അതായിരുന്നോ ലഹളയുടെ പ്രധാന ലക്ഷ്യം? എന്നാൽ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ചിത്രം കുറച്ചുകൂടി സങ്കീർണമാണ്. ഈ സ്ലൈഡിലൊന്ന് നോക്കൂ. ഇന്നത്തെ വാദം പറയുന്നു ഇതൊരു ഇന്ത്യൻ ദേശീയ സമരമായിരുന്നു എന്ന്. പക്ഷെ തെളിവുകൾ പറയുന്നത് ലക്ഷ്യം ഒരു ജനാധിപത്യ ഇന്ത്യയല്ല, മറിച്ച് ഒരു ഇസ്ലാമിക ഖിലാഫത്തായിരുന്നു എന്നാണ്. എന്താണ് ഈ ഖിലാഫത്ത്? അത് തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആഗോള ഭരണ സംവിധാനമാണ്. ലഹളക്കാർ ഉപയോഗിച്ച ചിഹ്നങ്ങളാകട്ടെ തുർക്കി തൊപ്പിയും തുർക്കിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട പതാകകളുമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്? ശരി, ഇനി അടുത്ത വാദത്തിലേക്ക് വരാം. ഇതൊരു കർഷക മുന്നേറ്റമായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ പാവപ്പെട്ട കുടിയാന്മാർ നടത്തിയൊരു വിപ്ലവം. അതിലെത്രത്തോളം സത്യമുണ്ട്? ഇവിടെയും തെളിവുകൾ നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. ചേറൂർ, മണ്ണാർക്കാട് ലഹളകൾ പോലുള്ള പല പ്രധാന സംഘർഷങ്ങളും ജന്മിമാർക്കെതിരെയായിരുന്നില്ല, മറിച്ച് മറ്റു ജന്മിമാർക്കെതിരെയായിരുന്നു. ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ലഹളയുടെ നേതാവായ വാര്യംകുന്നന്റെ കുടുംബം തന്നെ വലിയൊരു ജന്മി കുടുംബമായിരുന്നു. അപ്പോൾ ഇത് പാവപ്പെട്ടവരുടെ വർഗസമരമാണോ, അതോ അധികാരത്തിനുള്ള മറ്റൊരു തർക്കമാണോ? ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വിവാദപരമായ ഒരു ചോദ്യത്തിലേക്കാണ്. ഇതൊരു മതേതര മുന്നേറ്റമായിരുന്നോ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോള് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു സംഭവമായിരുന്നോ ഇത്? ഇന്നത്തെ പല ആഖ്യാനങ്ങളും അതെ എന്നാണ് പറയുന്നത്. എന്നാൽ ചരിത്രരേഖകൾ ഈ വാദത്തെ ശരിക്കും ചോദ്യം ചെയ്യുന്നുണ്ട്. വ്യാപകമായി നിർബന്ധിത മതപരിവർത്തനം നടന്നതിന് തെളിവുകളുണ്ട്. അതുപോലെ ലഹളയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ശരീഅത്ത് നിയമപ്രകാരമുള്ളൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കലായിരുന്നു എന്നും രേഖകൾ പറയുന്നു. എവിടെയും മഹാത്മാഗാന്ധി സിന്ദാബാദ് എന്നോ ഭാരത് മാതാ കി ജയ് എന്നോ ഉള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം മതം വെറുമൊരു ഘടകം മാത്രമായിരുന്നോ, അതോ ലഹളയുടെ കേന്ദ്രബിന്ദു തന്നെയായിരുന്നോ? അപ്പോ ഇതൊരു ദേശീയ സമരമല്ല, കർഷക മുന്നേറ്റവുമല്ലെങ്കിൽ പിന്നെ എന്തായിരുന്നു? ഈ വിശകലനം നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു ആഗോള രാഷ്ട്രീയ കളത്തിലേക്കാണ്. ഈ ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ശ്രദ്ധിക്കൂ. 1918 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തോൽക്കുന്നു. 1920 അതിനെ സംരക്ഷിക്കാനായി ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങുന്നു. തൊട്ടടുത്ത വർഷം 1921 മലബാറിൽ ഈ ലഹള പൊട്ടിപ്പുറപ്പെടുന്നു. ഇതൊന്നും യാദൃശ്ചികമായി കാണാൻ പറ്റില്ല, അല്ലേ? ഒരു ആഗോള സംഭവത്തിന്റെ തിരയടികൾ ഇവിടെയും എത്തിയതുപോലെ തോന്നുന്നില്ലേ? കൃത്യമായി പറഞ്ഞാൽ ഈ വിശകലനം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതാണ്: മലബാർ ലഹള ഒരു പ്രാദേശിക ഇന്ത്യൻ പ്രശ്നമായിരുന്നില്ല, മറിച്ച് ലോകത്തിലെ 2 വൻ ശക്തികൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലെ ഒരു ചെറിയ പോർമുഖം മാത്രമായിരുന്നു. ഒരു വശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യം, മറുവശത്ത് തകർന്നടിയുന്ന ഓട്ടോമൻ സാമ്രാജ്യം. അങ്ങനെ വരുമ്പോൾ വാര്യംകുന്നന്റെ റോൾ എന്താണ്? ഈ വിശകലനമനുസരിച്ച് അദ്ദേഹം വെറുമൊരു പ്രാദേശിക നേതാവായിരുന്നില്ല, മറിച്ച്
ഓട്ടോമൻ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമുള്ള ഒരു ആഗോള പാൻ ഇസ്ലാമിക് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെന്തിനാണ് ഈ ലഹളയെ ഒരു വീരഗാഥയായി ഇന്ന് പലരും അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോൾ ഇങ്ങനെ മാറ്റിയെഴുതപ്പെടുന്നത്? ഇവിടെയാണ് രാഷ്ട്രീയം ചരിത്രത്തിലിടപെടുന്നത്. ഈ സ്ലൈഡ് നോക്കൂ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1946-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ലഹളയെ മതഭ്രാന്തന്മാരുടെ കയ്യിൽപ്പെട്ടുപോലെ ഒന്നായാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ കാലം മാറി. ഇന്ന് അതേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വാര്യം കുന്നിനെ ഒരു മതേതര ഹീറോ ആയി ആഘോഷിക്കുന്നു. ഈ വലിയ മാറ്റത്തിന് പിന്നിലെ കാരണമെന്തായിരിക്കും? ഈ വിശകലനത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്: വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ചരിത്രപരമായ സത്യങ്ങൾക്ക് മുകളിൽ ഇന്നത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. ഒരു പ്രത്യേക വിഭാഗത്തെ കൂടെ നിർത്താനായി ചരിത്രത്തെ തങ്ങൾക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. ആരെയാണ് നമ്മൾ കൂടുതൽ വിശ്വസിക്കേണ്ടത്? ഇന്നത്തെ രാഷ്ട്രീയക്കാരെയോ അതോ അന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച ബ്രിട്ടീഷുകാരെയോ? ഈ വിശകലനം പറയുന്നത് ബ്രിട്ടീഷ് രേഖകൾക്ക് അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷപാതപരമായിരിക്കാം, എന്നാലും ഇന്നത്തെ പല രാഷ്ട്രീയ അവകാശവാദങ്ങളെക്കാളും വസ്തുതാപരമായ വിവരങ്ങൾ അതിലുണ്ട് എന്നാണ്. ഉദാഹരണത്തിന്, വാര്യം കുന്നൻ കീഴടങ്ങിയതാണ്, അല്ലാതെ വീരമൃത്യു വരിച്ചതല്ല എന്ന് ബ്രിട്ടീഷ് രേഖകൾ വ്യക്തമാക്കുന്നു. അപ്പോ 100 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഈ കഥായുദ്ധം കൊണ്ട് ആർക്കാണ് നഷ്ടം? എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ? ചരിത്രം ഇങ്ങനെ ഒരു ആയുധമാകുമ്പോൾ അതിനൊരുപാട് ഇരകളുണ്ടാകും, അല്ലേ? ഒരൊറ്റ കഥയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കേൾക്കാതെ പോകുന്ന, മറന്നുപോകുന്ന ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ആ കഥയിൽ ഇടമില്ലാതെ പോയവരുടെ ശബ്ദങ്ങൾ ഒന്നാലോചിച്ചു നോക്കൂ. ലഹളയുടെ ഇരകളായ, പ്രത്യേകിച്ച് ആക്രമിക്കപ്പെട്ട ഹിന്ദുക്കളുടെ അനുഭവങ്ങൾ ആരും കേൾക്കാതെ പോകുന്നു. അതുമാത്രമല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി പോരാടിയ യഥാർത്ഥ മതേതര മുസ്ലിം ദേശീയവാദികളുടെ ചരിത്രം പോലും ഈയൊരു ആഖ്യാനത്തിന്റെ നിഴലിൽ മാഞ്ഞുപോകുന്നു. അതായത്, ഒരു ചരിത്രം എഴുതപ്പെടുമ്പോൾ പലപ്പോഴും മറ്റൊരു ചരിത്രം മായ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ചരിത്രമെന്നത് വെറുമൊരു കഥയല്ല, അത് തെളിവുകളെ ആശ്രയിച്ചുള്ള ഒന്നാണ്. അതുകൊണ്ട് ഏതൊരു ചരിത്രാഖ്യാനം കേൾക്കുമ്പോഴും അതെത്രയൊക്കെ കേൾക്കാൻ രസമുള്ളതാണെങ്കിലും നമ്മളെപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്: ഇതിന്റെ തെളിവെവിടെയാണ്? ആ ചോദ്യം ചോദിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് ഭൂതകാലത്തെയും അതുവഴി നമ്മുടെ വർത്തമാനകാലത്തെയും ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. നന്ദി.